ഈ ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങൾക്കിടയിൽ മതശാസ്ത്ര, ധർമ്മശാസ്ത്ര, സാഹിത്യ മേഖലകളിലെല്ലാം രചിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾക്കിടയിൽ ലോകത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മതവേദ പ്രമാണങ്ങൾക്കിടയിലും ഖുർആൻ വേറിട്ട് നിൽക്കുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ ഇത്രമേൽ വേറിട്ട് നിൽക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ ഒരു മറുപടിയുണ്ട്. അതെ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് ലോകങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ അതിന്റെ തനിമയും അതിന്റെ മഹത്വവും അതിന്റെ ഔന്നത്യവും ഉജ്ജ്വലമാണ് എന്നതാണ് ചുരുക്കം. സ്വാഭാവികമായും അള്ളാഹുവിന്റെ വരികളും വർത്തമാനങ്ങളുമായതുകൊണ്ട് തന്നെ ഇത് നിരന്തരം ജനമനസ്സുകളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നതും സംവദിക്കുന്നതും മനുഷ്യന്റെ ഹൃദയങ്ങളോടാണ്. സ്വാഭാവികമായും ആ ഹൃദയങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. എന്തെന്നല്ലാത്ത തലത്തിൽ വിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായ പരിവർത്തനങ്ങൾക്ക് മനുഷ്യൻ സാക്ഷിയാകും. തീർച്ചയായും നമ്മുടെ വിഷയവും ഖുർആൻ ഹൃദയത്തെ സ്പർശിക്കുന്ന ദിവ്യ സന്ദേശം എന്നാണ്. അള്ളാഹുവിന്റെ വരികൾ നിരന്തരം ജനങ്ങൾക്കിടയിൽ ഇന്ന് ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹുവാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചവൻ. കിതാബൻ മുതശാബിഹൻ മഥാനി, അല്ലാഹു പറഞ്ഞു, അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ വചനങ്ങളുള്ള ഗ്രന്ഥമാണിത്. തീർന്നില്ല, തഖ്ശഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പടച്ച റബ്ബിനെ ഭയക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ ചർമ്മങ്ങളിൽ അവർക്ക് രോമാഞ്ചമുണ്ടാകുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശത്തിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോ, ആ ആയത്തുകളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോ, അത് കർണപുടങ്ങൾക്കകത്തേക്ക് വല്ലാതെ അടിച്ചു വീശുമ്പോ എന്തെന്നില്ലാത്ത പ്രതികരണങ്ങൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിലും അവരുടെ ജീവിതത്തിലും ഉണ്ടാകും. രോമാഞ്ചമുണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ വർത്തമാനം. അതോടൊപ്പം തന്നെ അള്ളാഹ് പറഞ്ഞു, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പടച്ച റബ്ബിലേക്കുള്ള പൂർണ്ണമായ സ്മരണാർത്ഥം, പൂർണ്ണാർത്ഥത്തിൽ അവരുടെ ചർമ്മങ്ങളും അവരുടെ ഹൃദയങ്ങളും അങ്ങേയറ്റം വിനയാന്വിതമാകും. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ, അള്ളാഹുവിന്റെ വിശുദ്ധ വരികൾക്ക് മുന്നിൽ മനുഷ്യൻ അങ്ങേയറ്റം വിനയാന്വിതനാകും. അവന്റെ ഹൃദയവും അവന്റെ ചർമ്മവും വരെ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദാലിക ഹുദല്ലാഹ്, ഇത് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്, ഇത് അല്ലാഹു നൽകുന്ന ഹുദയാണ്, ഇത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്, ഇത് അല്ലാഹു നൽകുന്ന വഴിമാർഗമാണ്. യഹ്ദീ മൻ യശാ, അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്കാണ്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഈ മഹാസൗഭാഗ്യം സാധ്യമാവുക. വമൻ യുദ്ലിലില്ലാഹി ഫമാ ലഹു മിൻ ഹാദ്, ആരെയെങ്കിലും അല്ലാഹു പിഴവിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നേരായ വഴിയും വെളിച്ചവും കാണിച്ചു കൊടുക്കാൻ അല്ലാഹയല്ലാതെ മറ്റാരുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറ സുമർ 39-ാം ആയത്തിൽ 23-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് എന്തെന്നില്ലാത്ത വശ്യതയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. തീർന്നില്ല, പിന്നെയും അള്ളാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആനോടുള്ള സമീപനം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ വരികൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതെ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയം കൊണ്ട് വിറക്കും. അള്ളാഹുവിന്റെ വരികൾക്ക് മുന്നിൽ അവരുടെ ഹൃദയമിടിപ്പിന്റെ താളം കൂടും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വല്ലാതെ ഭയവിഹ്വലമാകുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വരികൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാലോ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വല്ലാതെ അങ്ങ് കൂടും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സർവസ്വവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ എല്ലാമുള്ളൊരു സങ്കടവും നമ്മുടെ എല്ലാമുള്ള പൊതുവായിട്ടുള്ളൊരു പരാതിയാണ്, പഴയ പോലെയൊന്നും ഈമാനില്ല. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന അത്ര ഈമാൻ
ഇപ്പൊ കാണില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്ന അത്ര ഈമാൻ ഇപ്പൊ ഇല്ലാത്തതുപോലെ. എന്താണ് ഈമാൻ കുറയുന്നത്? വല്ലാതെ ഈമാൻ കുറയണുണ്ടല്ലോ എന്ന പരാതിയും പരിഭവവുമാണ് നമുക്ക്. എന്നാൽ ഈ പരാതിക്ക്, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആ പരിഹാരത്തെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിന്റെ വരികൾ നിരന്തരം കേട്ടാൽ, അള്ളാഹുവിന്റെ വരികളുമായി നിരന്തരം യാത്ര ചെയ്താൽ, അള്ളാഹുവിന്റെ വരികളെ ഹൃദയത്തോട് ചേർത്തു വെച്ചാൽ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കിയാൽ നിശ്ചയം നമ്മുടെ ഈമാൻ വർദ്ധിക്കും. സാദത്തുഹും ഈമാന എന്നാണ് അള്ളാഹ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തവും ബദ്ധവുമെങ്കിൽ നമ്മുടെ ഈമാൻ ശക്തമാകും, ഈമാൻ കുതിച്ചു മുന്നോട്ട് നിൽക്കുമെന്നാണ് അള്ളാഹുവിന്റെ വരികളും വർത്തമാനങ്ങളും. പൂർവസൂരികളായ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിധേയമായി ജീവിച്ച ആളുകൾ, അവർ എത്രമാത്രം ഉജ്ജ്വല മാതൃകകളാണ്. പൂർവസൂരികളായ മുൻഗാമികളായ അമ്പിയാക്കളെല്ലാം. പിന്നീട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖുർആന്റെ ആയത്തുകൾ കേട്ട് ജീവിച്ച് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ലോകത്തിന് കാണിച്ചു തന്ന ശ്രദ്ധേയരായ സഹാബാക്കളെയും നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ സഹാബാക്കളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട്, അതേ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞല്ലോ, പൂർണ്ണാർത്ഥത്തിൽ അവരുടെ ചർമ്മങ്ങളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് വിനയാന്വിതമാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വരികൾ കേട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ കിടുകിട വറക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമകളെ കാണാം. അള്ളാഹുവിന്റെ വരികൾക്ക് മുന്നിൽ അങ്ങേയറ്റം കീഴൊതുങ്ങിയ ശ്രദ്ധേയരായ സഹാബിവര്യന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതിലൊരാളാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന സഹാബിവര്യന്മാരുടെ കൂട്ടത്തിൽ ശ്രദ്ധേയനാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. ദാത്തുർ റഖാ, ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന വഴിയിൽ നബിയും സഹാബത്തും വല്ലാതെ ക്ഷീണിതരാണ്. അവർ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ആ വിശ്രമ സമയത്ത് ആ സംഘത്തിന് കാവൽ നിൽക്കാൻ രണ്ടാളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. ഒരാൾ അബ്ബാദ് ബിൻ ബിശ്റാണ്, ഒരാള് അമ്മാർ ബിൻ യാസിറാണ്. അമ്മാറിനോട് അബ്ബാദ് പറഞ്ഞു, രംഗം ശാന്തമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല, അതുകൊണ്ട് തന്നെ അമ്മാറെ നീ ഉറങ്ങിക്കോ, ഞാൻ കാവൽ നിന്നോളാം. അങ്ങനെ അമ്മാർ റളിയല്ലാഹു അൻഹു കടന്നു. അങ്ങനെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ഒന്നുവെടുത്ത് നെഞ്ചത്തെ തക്ബീർ കെട്ടി അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് ഖുർആൻ ഓതി തുടങ്ങി. ഒന്നിലൽപ്പം ആയത്തുമായി ഇങ്ങനെ പോകവേ മൂർച്ചയുള്ള ഒരു അമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു. അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയില്ല, നിസ്കാരം നിർത്തിയില്ല. ആയത്തുമായി പിന്നെയും അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറി. മൂന്നാമത്തെ അമ്പും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൂർച്ചയുള്ള അമ്പ് കുത്തി കയറി. ചോര ചീറ്റി. കണ്ണുകളിൽ നിന്ന് സ്വാഭാവികമായും നനവുണ്ടായി. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് അത് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ആ നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുമോ എന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ രക്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒഴുകുന്ന, അല്ലെങ്കിൽ കണ്ണുകൾ നനയുന്ന വല്ലാത്ത അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായി. അദ്ദേഹം തളർന്നു വീഴും മുമ്പേ അമ്മാറിനെ അദ്ദേഹം തട്ടിയുണർത്തി. കണ്ണു തുറന്ന് ചാടി എണീച്ച് അമ്മാർ കാണുന്ന രംഗം, 3 അമ്പുകൾ ശരീരത്തിൽ ആഞ്ഞു തറച്ച് ചോര വാർന്നൊഴുകുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം അമ്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലാ നബ്ബഅ്തനി അവ്വല മാ റുമി, ഒന്നാമത്തെ അമ്പ് തങ്ങളുടെ ശരീരത്തിൽ കുത്തി കയറുമ്പോ തന്നെ എന്നെ വിളിക്കാമായിരുന്നില്ലേ, എന്നെ അറിയിക്കാമായിരുന്നില്ലേ അബ്ബാദ് ബിൻ ബിശ്ർ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മറുപടി നൽകിയ വല്ലാത്ത വർത്തമാനങ്ങളുണ്ട്. കുന്തു ഫീ സൂറത്തിൻ അഖറഅഹാ ഫലം ഉഹിബ്ബു അൻ അഖ്തഉഹാ, എന്റെ ഹൃദയത്തെ സ്പർശിച്ച, എന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ആയത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. ആ ആയത്ത് മുറിക്കാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ആയത്ത് മുറിക്കാൻ, ആയത്ത് നിർത്താൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. അതുകൊണ്ട് ആയത്തുകൾ പൂർത്തീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന്. എന്നാൽ നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ വരികളുമായി യാത്ര ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ വരികൾ പാരായണം ചെയ്തിരിക്കെ ശരീരത്തിലെ മൂർച്ചയുള്ള 3 അമ്പുകൾ അങ്ങനെ കുത്തി കയറുന്ന സമയത്ത് പോലും എനിക്കിഷ്ടമുള്ള, എന്റെ ഹൃദയത്തെ സ്വാധീനിച്ച വരികൾ നിർത്താൻ എനിക്കിഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെ അസ്ത്രം അമ്പന്റെ ശരീരത്തിൽ കുത്തി കയറിയപ്പോഴും രണ്ടാമതും മൂന്നാമതും ഞാൻ തുടർന്നത് എന്ന് പറയുന്ന അബ്ബാദ് ബിശ്റിനെ നമുക്ക് ചരിത്രത്തിൽ കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നിസ്കരിക്കും, ഒരല്പം വിശ്രമിക്കും, പിന്നെയും 2 റക്അത്ത് ദീർഘമായി നിസ്കരിക്കും. നബിയുടെ നിസ്കാരത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ആ വിശ്രമ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യമായ ഒരു ഖുർആൻ പാരായണം കേട്ടു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരമാണ്, തഹജ്ജുദ് നമസ്കാരമാണ്. കൂടെയുള്ള തന്റെ പ്രിയതമാം ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ ആയിഷ അസൗത അബ്ബാദിൻ ഹാദാ, ഇത് അബ്ബാദിന്റെ ശബ്ദമല്ലേ, അബ്ബാദ് ഇബ്നു ബിശ്റിന്റെ ഖിറാഅത്തല്ലേ ഞാൻ ഈ കേൾക്കുന്നത്, ഈ നട്ടപ്പാതിരക്ക്? ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറഞ്ഞു, അതെ, നഅം നഅം യാ റസൂലല്ലാഹ്, തീർച്ചയായും അബ്ബാദ് ഇബ്നു ബിശ്റിന്റെ പാരായണമാണ്, അദ്ദേഹം ഖുർആൻ ഓതുന്നതാണ് നമ്മൾ ഈ കേട്ടത്. ലോകം ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ വരികൾ വശ്യമായി പാരായണം ചെയ്ത അബ്ബാദ് ഇബ്നു ബിശ്റിന് വേണ്ടി ലോകങ്ങളുടെ പ്രവാചകൻ അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തുകയാണ്. അല്ലാഹുമ്മർഹം അബ്ബാദ്. വല്ലാത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മർഹം അബ്ബാദ്, അള്ളാഹുവേ അബ്ബാദിനോട് നീ കരുണ ചൊരിയണേ നാഥ എന്ന്. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? രാത്രിയിൽ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഖുർആനിനെ ഹൃദയത്തിലേറ്റിയ ഒരു വലിയ മനുഷ്യന് വേണ്ടി, അബ്ബാദ് ഇബ്നു ബിശ്ർ എന്ന സഹാബിക്ക് വേണ്ടി. ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുമോ, തള്ളിക്കളയുമോ? അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് ഹൃദയത്തെ സ്പർശിക്കുന്ന ദിവ്യ സന്ദേശമാണ് എന്ന് ആഴത്തിൽ ഉൾക്കൊണ്ടയാളായിരുന്നു അബ്ബാദ് ഇബ്നു ബിശ്ർ. അതുകൊണ്ടാണ് നട്ടപ്പാതിരക്ക് പോലും മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ സഹാബിക്ക് വേണ്ടി അല്ലാഹുമ്മർഹം അബ്ബാദ് എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന വസ്തുതയെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആനിനെ ഹൃദയത്തിലേറ്റിയവരായിരുന്നു അവരെല്ലാം. അക്കൂട്ടത്തിൽ സഹാബിയായ മറ്റൊരു സഹാബിയെ നമുക്ക് കാണാം. ഇദ്ദേഹം അൻസാരിയാണ്. മറ്റൊരു അൻസാരിയായ സഹാബിയുണ്ട്, അബ്ബാദ് ഇബ്നു ബിശ്ർ. 45-ാമത്തെ വയസ്സിൽ മുസൈലിമത്തുൽ കസ്സാബുമായിട്ടുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത്. 45-ാമത്തെ വയസ്സിൽ ISM-കാരന്റെ പ്രായത്തിലാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് നമ്മൾ അറിയണം. മറ്റൊരാൾ അൻസാരി തന്നെയായിരുന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യാത്രയിൽ, തന്റെ മകൻ യഹീയുമായിട്ടുള്ള യാത്രയിൽ ഒരിടത്ത് അദ്ദേഹം യാത്രാവാഹനത്തെ, കുതിരയെ കെട്ടിയിട്ട് സൂറ ബഖറ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ്. കുതിര വല്ലാതെ ശബ്ദമെടുത്ത് കുതിര ചാടുന്നുണ്ട്. തന്റെ മകൻ യഹീയും അടുത്തുണ്ട്. ആ തന്റെ പൊന്നുമകന് അപകടം സംഭവിക്കാമോ എന്നുവരെ കരുതാവുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞ് കുതിരയുടെ അടുത്ത് വെച്ച് പിന്നെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാണ് കുതിര എങ്ങനെ ചാടുന്നത്. അദ്ദേഹം സ്വാഭാവികമായും മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി. ആ സമയത്ത് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതെ, ആകാശത്ത് നിന്ന് ഒരു മേഘക്കെട്ട് പോലെ എന്തോ ഒന്ന്, അതിൽ തിളക്കമുള്ള വിളക്ക് പോലെ എന്തോ ഒന്നിങ്ങനെ ഉതിർന്നിറങ്ങി വരുന്ന ഒരു വല്ലാത്ത കാഴ്ച ഞാൻ കണ്ടു. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിച്ചു, നബിയെ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ രാത്രി വിശുദ്ധ ഖുർആൻ സൂറ ബഖറ ഞാൻ പാരായണം ചെയ്തു. രാത്രിയിൽ കുതിര ഇങ്ങനെ വല്ലാതെ ചാടി. ഞാൻ ആകാശത്തേക്ക് നോക്കി, കുതിരയും ആകാശത്ത് നോക്കി ശബ്ദിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഇത്തരം ഒരു ജീവിതത്തിൽ ഞാൻ കാണാത്തൊരു കാഴ്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത്, തിൽക്കൽ മലായിക ദനത് ലിസൗതിക്, അത് അല്ലാഹുവിന്റെ ആദരണീയരായ മലക്കുകളാണ്. നിന്റെ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ ഭാഗമെന്നോണം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നീ കണ്ടത്. വലൗ ഖറഅത ലസ്ബഅത യൻദുറു الناس ഇലൈഹാ ലാ തതവറഅൻകും, പ്രഭാതം വരെ താങ്കൾ നിർത്താതെ പാരായണം ചെയ്തിരുന്നുവെങ്കിൽ ആ വല്ലാത്ത കാഴ്ചകൾ ജനങ്ങൾക്കും അനുഭവ സാധ്യമാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുത്തഫഖുൻ അലൈഹിയായി വന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ വല്ലാത്ത ആയത്തുകളുടെ പാരായണത്തിന്റെ ഭാഗമെന്നോണം അള്ളാഹുവിന്റെ ആദരണീയരായ മലക്കുകൾ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൻ തുമ്പിലൂടെ ഒഴുകിയ വരികൾക്ക് മുന്നിൽ ആകാശത്ത് നിന്ന് തിൽക്കൽ മലായിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ എത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വച്ചവരായിരിക്കും നമ്മുടെ മുൻഗാമികളായ സഹാബിവര്യന്മാർ എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അൻസാരിയായ മറ്റൊരു സഹാബിയെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതെ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിവര്യന്മാർ അള്ളാഹുവിന്റെ ആയത്തുകളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരാണ് അവർ. 31-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 37-ാമത്തെ വയസ്സിൽ ISM-ന്റെ പ്രായത്തിലുണ്ടായിരിക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇഷ്ടമായിരുന്നു അള്ളാഹുവിന്റെ വർത്തമാനത്തെ, ഇഷ്ടമായിരുന്നു സഅദ് ഇബ്നു മുആദിന് അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ ആയത്തുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഖുർആൻ പറഞ്ഞതിൻ പ്രകാരം ജീവിതത്തെ പരിവർത്തിപ്പിച്ച് ജീവിച്ച തികവുറ്റ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഉയർന്നു നിൽക്കും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു.
എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളെ എങ്ങനെയാണ് ഹൃദയത്തോട് ചേർത്തു വെക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു ഇവരെല്ലാം എന്ന വസ്തുതയെ, എന്ന യാഥാർത്ഥ്യത്തെ ആഴത്തിൽ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇന്നും ഹൃദയങ്ങളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലകളിലെ സ്വഹാബിവര്യന്മാരുടെ ഹൃദയത്തെ മാത്രമല്ല, ഇന്നും നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഹൃദയങ്ങളെ, ഇന്നലെ വരെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു നിന്ന ആളുകളെ, ഇന്നലെ വിശുദ്ധ ഖുർആനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളെ, ഇന്നലെ വരെ വിശുദ്ധ ഖുർആനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ നിരന്തരം ആ ഹൃദയങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആനിനെ ചീത്ത പറഞ്ഞ ആളുകൾ, ഇത് പിശാചിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ, ആ വരികൾ അവരുടെ ഹൃദയത്തെ സ്പർശിച്ചപ്പോ ലോകത്തിന്റെ മുന്നിൽ അവർ തുറന്നു പറയുകയാണ്, ഇത് പിശാചിന്റെ വരിയല്ല, ഇത് സാത്താന്റെ വരികളല്ല, മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ വരികളെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് എത്രയെത്ര ബുദ്ധിജീവികളാണ് ലോകത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചത്. എത്രയെത്ര ആളുകളാണ് പ്രഖ്യാപിച്ചത്. ഇന്നലകളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ സൃഷ്ടിവാദം മുഅ്തസിലിയ ചിന്തകൾ ചർച്ച ചെയ്യപ്പെട്ട കാലം, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി മുഅ്തസിലിയ വാദം ഏറ്റെടുത്ത കാലം, രാജാവിന്റെ രാജസദസ്സിലെ മന്ത്രിമാരും പ്രമുഖരും ഈ പിഴച്ച മുഅ്തസിലിയ വാദം ഏറ്റെടുത്ത കാലം, ജനങ്ങളിൽ ഒരു നല്ലൊരു ശതമാനവും ഈ പിഴച്ച വിശ്വാസത്തെ പേറേണ്ട ദുർഗതിയുണ്ടായിരുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ച അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതനുണ്ടായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. നിങ്ങൾ നോക്കി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജ്വലിച്ചു നിന്നു. അദ്ദേഹം എത്രയെത്ര പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. ഭക്ഷണം കൊടുക്കാതെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഭാരമുള്ള ചങ്ങലകൾ അദ്ദേഹത്തിന്റെ കഴുത്തിലും കയ്യിലും കെട്ടിത്തൂക്കി. പ്രായമായ അഹ്മദ് ബിൻ ഹംബൽ അതെ ഈ കനമുള്ള ഭാരമുള്ള ചങ്ങലകൾ താങ്ങാനാവാതെ മുഖം കുത്തി വീണു. ചാട്ടവാറടികൾ ഒരുപാട് കൊണ്ടു. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ അദ്ദേഹത്തെ പീഡിപ്പിച്ച്, ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് തളർത്തിക്കിടത്താമെന്നായിരുന്നു മുഅ്തസിലിയാക്കൾ കരുതിയത്. രാജാവിന്റെ അന്നത്തെ ഖലീഫയുടെ സദസ്സിലേക്ക് അഹ്മദ് ബിൻ ഹംബലിനെ ഹാജരാക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. ശാരീരികമായും മാനസികമായും തളർത്തിക്കളഞ്ഞ് തങ്ങളുടെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയാതെ അഹ്മദ് ബിൻ ഹംബൽ പരാജയപ്പെടുമെന്നായിരുന്നു മുഅ്തസിലിയ പണ്ഡിതന്മാർ കരുതിയത്. മുഅ്തസിലിയാക്കൾ അവരുടെ വാദങ്ങൾ അക്കമിട്ട് നിരത്തി. ആ വാദങ്ങൾക്ക് മറുപടിയായി അന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറഞ്ഞു. وإن أحد من المشركين استجارك فاجره حتى يسمع كلام الله അള്ളാഹുവിന്റെ ഒരേറ്റായത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മുഅ്തസിലിയാക്കളുടെ സകല വാദങ്ങളുടെയും അടിവേരുകളെ പിടിതു വലിച്ചെറിഞ്ഞത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ വല്ലാത്ത ഉജ്ജ്വല പ്രഖ്യാപനത്തിന് സാക്ഷികളായ കൂടുനിന്ന ജനങ്ങൾ, അവിടെ കൂടുനിന്ന ആളുകളുടെ ദിശണകളെ തൊട്ടുണർത്താൻ, അവരുടെ ഹൃദയങ്ങളിൽ വിശുദ്ധ ഖുർആന്റെ പ്രകാശത്തെ പ്രജ്വലമാക്കാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന പ്രായമായ മഹാപണ്ഡിതന്റെ ശക്തമായ വാക്കുകളും വർത്തമാനങ്ങളും നിമിത്തമായി എന്നത് ചരിത്രം. പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് മാറ്റമാണ്, അത്ഭുതകരമായ മാറ്റം. അള്ളാഹുവിന്റെ കലാമിനെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വല്ലാത്ത സഹായത്തിന് സാക്ഷികളാകുകയായിരുന്ന ലോകം. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം നമുക്കത് പ്രചോദനമാകണം. അള്ളാഹുവിന്റെ ആയത്തുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണരുമ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ നിന്ന് പറഞ്ഞതിന്റെയും പ്രഖ്യാപിച്ചതിന് വിരുദ്ധമായ കുതന്ത്രങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തമായ വികല വാദങ്ങളും സമർത്ഥിക്കുവാൻ വേണ്ടി പലരും ഒറ്റക്കോ കൂട്ടായ്മയായോ സംഘമായോ സംഘടിതമായോ അതിന് വേറെ സംഘടനകൾ ഉണ്ടാക്കി പരിശ്രമിക്കുകയും ചെയ്യുമ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ നിർവഹിച്ച ദൗത്യം നിർവഹിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ, മുജാഹിദുകൾ എന്ന നിലയിൽ, മുവഹിദുകൾ എന്ന നിലയിൽ, ഖുർആനിന്റെ ആളുകൾ എന്ന നിലയിൽ, ഖുർആൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നവരെന്ന നിലയിൽ, QHLS-ന്റെ പഠിതാക്കൾ എന്ന നിലയിൽ, വെളിച്ചത്തിന്റെ പഠിതാക്കൾ എന്ന നിലയിൽ, അതിന്റെ സംഘാടകർ എന്ന നിലയിൽ ഖുർആൻ മുറുകെ പിടിച്ച മലയാള മണ്ണിൽ നവോത്ഥാന ചരിത്രത്തിന് തുടക്കം കുറിച്ച ആളുകളുടെ കാരണവന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യത നിർവഹണത്തിൽ നിന്ന്, ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയില്ല എന്ന് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഹൃദയങ്ങൾ വിറകൊള്ളുമെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ അവർ കിട്ടുകിട വിറക്കുമെന്ന് പറഞ്ഞല്ലോ. അത്തരം ഒരു രംഗം നമുക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിൽ കാണാം. ആരാണ് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ്? അമവി ഭരണാധികാരിയായിരുന്ന
ഉമർ സാനി എന്ന് പ്രശസ്തനായ അതേ ഉമർ ബിൻ അബ്ദുൽ അസീസ്, വിശുദ്ധ ഖുർആനിന്റെ ഒരായത്താണ് അദ്ദേഹം കേട്ടത്. ആയത്ത് ഇപ്രകാരമാണ്: فأنذرتكم النارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى എന്ന ആയത്ത് കേട്ടപ്പോ فأنذرتكم النارا تلظى, കത്തിയാളുന്ന നരകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ താക്കീത്. لا يصلاها إلا الأشقى, ദുർമാർഗികളാണ് അതിൽ എല്ലാ അർത്ഥത്തിലും കത്തിയെരിയുക. നിഷേധികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ എല്ലാ അർത്ഥത്തിലും അതിൽ കത്തിയെരിയും. ഈ അള്ളാഹുവിന്റെ ശാപതാപ കോപങ്ങളുടെ കേന്ദ്രമായ നരകത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ താക്കീത് എന്നൊരൊറ്റ ആയത്ത് കേട്ട് നിൽക്കുകയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് പേടിച്ച് വിറച്ച് തളർന്ന് ഇരുന്നു പോയി എന്നതാണ് ചരിത്രം. ഒരൊറ്റ ആയത്തിന്റെ മുന്നിൽ ആ ഹൃദയം വല്ലാതെ പടഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിലെ ഉമർ സാനി, മാതൃകാപരമായ ഭരണം നിർവഹിച്ച ഉമർ സാനി, ഇസ്ലാമിക ചരിത്രത്തിലെ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഹദീസ് നിദാന ശാസ്ത്ര രംഗത്ത്, ഹദീസ് ക്രോഡീകരണ രംഗത്ത് ആ കാലഘട്ടത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത ശ്രദ്ധേയനായ ഖലീഫ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ട് പേടിച്ച് കൈകാലുകൾ തളർന്ന് ഇരുന്നു പോകുന്ന രംഗത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. ഒടുവിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അദ്ദേഹത്തിന്റെ കുടിനീരിൽ, ഭക്ഷണത്തിൽ, പാലിൽ വിഷം കലർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വന്ന ശ്രദ്ധേയമായ അള്ളാഹുവിന്റെ ആയത്തുണ്ട്. 28-ാം അധ്യായം സൂറ ഖസസിലെ 83-ാമത്തെ ആയത്ത്. തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. നിങ്ങൾ നോക്കി, തിൽക ദാറുൽ ആഖിറ, അതാ പരലോകം. ഈ ദുനിയാവിൽ ഔന്നത്യമോ ദാർഢ്യമോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവമോ ഒന്നും കരുതാത്ത, ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ സൗഭാഗ്യമാണ് നാളെയുടെ ലോകം. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഒരർത്ഥത്തിലും ഔന്നത്യം കുതിക്കാത്ത, കുഴപ്പങ്ങൾ ആഗ്രഹിക്കാത്ത വിശുദ്ധരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി തയ്യാറാക്കിയതാണ് നാളെയുടെ ലോകം എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വലാഖിബത്തുൽ ലിൽ മുത്തഖീൻ എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ ആയത്തുകളെ എത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഉമർ സാനി, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് നമ്മൾ അറിയണം. ഖുർആന്റെ ഒരൊറ്റ ആയത്ത് മതി, അതിനനുസരിച്ച് സഹാബത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായി. സൂറ നജ്മിൽ 53-ാമത്തെ സൂറ നജ്മിന്റെ 60-ാമത്തെ ആയത്ത് അത് ഇത്രയേ ചോദിച്ചുള്ളൂ: വതലഹകൂൻ വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വലാ തബ്കൂൻ, നിങ്ങൾ എന്താണ് കരയാത്തത്? വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധമായി മുന്നോട്ട് പോവുകയാണോ? ഇത്രയേ അല്ലാഹു ചോദിച്ചുള്ളൂ. ചിരിക്കുക, കരയണില്ലേ എന്നേ അല്ലാഹു ചോദിച്ചുള്ളൂ. ചിരിക്കുകയാണോ, എന്തേ കരയാത്തത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ട് സഹാബത്ത് ഒന്നടങ്കം കരഞ്ഞു. വതലഹകൂന വലാ തബ്കൂൻ, കരയണില്ലേ എന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ട് അവര് മറുപടി പറഞ്ഞു, കരയുകയാണ് നാഥ എന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നമ്മുടെ മുൻഗാമികളായ സഹാബി വര്യന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു. വലാ തബ്കൂൻ, നിങ്ങൾ കരയണില്ലേ എന്ന് ചോദിച്ചപ്പോ നിറകണ്ണുകളോട് അള്ളാഹുവിന് അവര് മറുപടി പറഞ്ഞത് കരയുകയാണ് നാഥ എന്നാണ്. അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ആയത്തുകളെ നമ്മുടെ മുൻഗാമികൾ ഹൃദയത്തോട് ചേർത്തു വെച്ചത്. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ സ്പർശിക്കുന്ന ദിവ്യ സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചതുപോലെ ഇന്നും ഈ കാലഘട്ടത്തിലെ ആളുകളുടെ ഹൃദയങ്ങളെയും സ്വാധീനിക്കുകയാണ്. 2 കൊല്ലം മുമ്പ് 2023 അതെ, റിച്ച്മണ്ട് എന്നു പേരുള്ള ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായ ഒരു മനുഷ്യൻ, അയാൾ അവിടുത്തെ ഒരു പാതിരിയാണ്. അയാളുടെ കീഴിൽ ഒരുപാട് ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്, ഒരുപാട് മിഷണറിമാരുണ്ട്. അവർക്കിടയിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഈ റിച്ച്മണ്ട് എന്ന വ്യക്തി. 10-15 വർഷങ്ങളായി സജീവമായി അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങൾ സജീവമാണ്. ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഷഹാദത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ അനുഭവം ഒരു വ്യത്യസ്ത അനുഭവമായി അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ്. ആ വ്യത്യസ്താനുഭവത്തിലൂടെ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് അറിയാനും അന്വേഷിക്കാനും സന്നദ്ധമാകുന്നു. ഒടുവിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. താൻ എന്നും ക്ലാസ് എടുക്കുന്ന, താൻ എന്നും ബോധവൽക്കരണം നടത്തുന്ന തന്റെ മുന്നിലുള്ള ഹാളിൽ കൂടിയ ആളുകൾക്ക് മുന്നിൽ അത് ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അവിടെയുള്ള ആളുകൾ അത് ഏറ്റുചൊല്ലുകയും അത് ഹൃദയത്തോട് ചേർത്തു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2023 തന്നെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ഈ വർഷം
ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. ഇരട്ടി മധുരമാണ് എനിക്ക് പടച്ചറബ് ഈ വർഷത്തിൽ തന്നത്. ഈ വർഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന സത്യസാക്ഷ്യ വചനം ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അള്ളാഹു എനിക്ക് സൗഭാഗ്യം നൽകി. മാത്രമല്ല ഈ വർഷം തന്നെ സൽമാൻ രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഹജ്ജ് നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യവും എനിക്ക് കിട്ടി. അതുകൊണ്ട് ഹജ്ജിന്റെ മുന്നോടിയായി ആ ഹജ്ജിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ മണ്ണിലെത്തിയ മനുഷ്യൻ ആഗ്രഹിച്ചത് ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നിറങ്ങിയ ആ മണ്ണ്, ആ പ്രദേശം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഹിറാ ഗുഹയിൽ പോകുന്നതിനോ ജബറുൽ നൂറിൽ പോയി പ്രത്യേകം സിയാറത്ത് നടത്തുന്നതിനോ പുണ്യമോ പ്രതിഫലമോ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ തവണ നബിക്കുണ്ടായ ഒരു അനുഭവത്തിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൽ നൂറിൽ പോയതായി, ഹിറാ ഗുഹ സന്ദർശിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും അള്ളാഹുവിന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട ആ പ്രദേശം ഒന്ന് കാണണമെന്ന സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ തേട്ടം. അദ്ദേഹം ജബലുൽ നൂർ പർവ്വതത്തിന്റെ മുന്നിൽ വന്ന് നിന്നു. അള്ളാഹുവിന്റെ ദിവ്യവേദ പ്രമാണം അവതരിപ്പിക്കപ്പെട്ട, ആദ്യത്തെ വചനം അവതരിപ്പിക്കപ്പെട്ട ആ ചരിത്ര സ്മരണയാൽ അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹു നൽകിയ സൗഭാഗ്യത്തിന്റെ മുന്നിൽ ശുക്രിന്റെ സുജൂദ് നിറകണ്ണുകളോടെ നിർവഹിക്കുകയാണ് റിച്ച്മണ്ട്. അദ്ദേഹം പേര് സ്വീകരിച്ചത് ഇബ്രാഹിം എന്നാണ്, ഇബ്രാഹിം റിച്ച്മണ്ട്. ഇന്ന് അദ്ദേഹം ഖുർആൻ പഠിക്കുന്നു. തന്റെ കൂടെയുള്ള ആളുകൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിന് ഹൃദയത്തോട് ചേർത്തു വെക്കുകയാണ്. എത്രയോ അകലെ, അങ്ങകലെയുള്ള സൗത്ത് ആഫ്രിക്കൻ ഉൾപ്രദേശങ്ങളിലുള്ള ഒരു കൂട്ടം സഹോദരങ്ങൾ എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇന്നലകളിലെ അബ്ബാദ് ബിൻ ബിശ്റിന്റെ ഹൃദയത്തെ സ്വാധീനിച്ച, ഇന്നലകളിലെ സഅദ് ബിൻ മുആദിന്റെ ഹൃദയത്തെ സ്വാധീനിച്ച, ഇന്നലകളിൽ ഉസൈദ് ബിൻ ഹുളൈറിന്റെ മനസ്സിനെ സ്വാധീനിച്ച, ഇന്നലകളിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഹൃദയത്തെ സ്വാധീനിച്ച, ഇന്നലകളിൽ പൂർവ്വസൂരികളായ മുൻഗാമികളുടെ ഹൃദയത്തെ സ്വാധീനിച്ച, സഹാബ വനിതകളെ സ്വാധീനിച്ച, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിനെ സ്വാധീനിച്ച ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഇരുന്ന് കരയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. നബി ചോദിച്ചു, ലിമത്തുബിക്കീക യാ ആയിഷ, അല്ലയോ ആയിഷ, നിന്നെ കരയിച്ചതെന്തേ? എന്തിനാണ് നീ കരയുന്നത്? എന്തു പറ്റി നിനക്ക് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി, നമ്മുടെ ഉമ്മ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോയി, ഞാൻ കരഞ്ഞുപോയി. നരകത്തെ കുറിച്ച് ഞാൻ ഓർത്തു, ഞാൻ കരയുകയാണ് റസൂലെ, ഞാൻ കരഞ്ഞുപോയി. നരകത്തിന്റെ ഭീതിയും ഭയാനകതയും കൊണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ കുട്ടിയെ പോലെ തേങ്ങി കരയുകയാണ്. നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ ആയത്തുകൾ എത്രമേൽ നമ്മുടെ ഉമ്മാന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട് എന്നതിന് ഇതിലപ്പുറം എന്താണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്? അതേ വരികളും വർത്തമാനങ്ങളുമാണ് നമ്മുടെ കൈകളിലുള്ളത്. ഇതേ ആയത്തും ഇതേ സൂറയും ഇതേ ഖുർആനുമാണ് നമ്മുടെ കൈകളിലുള്ളത്. അള്ളാഹുവിന്റെ ആയത്തുകൾ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമ്മുടെ മക്കളുടെ, നമ്മുടെ ഇണകളുടെ, നമ്മുടെ ഉറ്റവരുടെ, നമ്മുടെ ഉടയവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ കരങ്ങളിലേക്ക് ഇത് പകർന്നു നൽകാൻ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളാകാൻ, അത് പഠിക്കാനും പകർത്താനും ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ആയത്തുകൾ ജനമനസ്സുകളെ വല്ലാതെ സ്പർശിക്കുകയാണ്, ജനമനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുകയാണ്, ജനമനസ്സുകൾക്കകത്ത് വല്ലാത്ത ഇടം നേടുകയാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ കത്തിച്ചാൽ ഖുർആനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയും, ആളുകൾക്കിടയിലുള്ള ഖുർആന്റെ സ്വാധീനത്തിന് കൂച്ചുവിലങ്ങിടാൻ കഴിയുമെന്ന് കരുതിയ ബുദ്ധികളുടെ സ്വർഗത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടല്ലോ, 2023 ഒരു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഈദുൽ അദ്ഹ നിർവഹിച്ച് വിശ്വാസികൾ മടങ്ങുന്ന സമയം നോക്കി സ്വീഡനിലെ ഒരു അക്രമകാരി വിശുദ്ധ ഖുർആന്റെ കോപ്പി പച്ചക്ക് തീ കൊളുത്തിക്കുകയാണ്. അദ്ദേഹം ഖുർആനെതിരെയുള്ള തന്റെ അമർഷവും തന്റെ വെറുപ്പും തന്റെ അറപ്പും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നേർക്കുനേരെ പച്ചക്ക് ജനമധ്യത്തിന്റെ നടുവിൽ വെച്ച് ഖുർആനിന്റെ കോപ്പി കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പും ശത്രുതയും എല്ലാം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം സ്വീഡനിലെ മുസ്ലിങ്ങൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവിടെയുള്ള ബൈബിളും കത്തിക്കാമെന്ന തീരുമാനമല്ല അവിടുത്തെ മുസ്ലിം ഉമ്മ തെരഞ്ഞെടുത്തത്. വിശുദ്ധ ഖുർആന്റെ കോപ്പി കത്തിച്ചവർക്ക് മറുപടിയായി ബൈബിളിന്റെ കോപ്പി കത്തിക്കാമെന്ന തീരുമാനമെടുത്തില്ല. കോപ്പി കത്തിച്ചവന്റെ കൈമുറിക്കാം എന്ന അപക്വമായ തീരുമാനമെടുത്തില്ല. ഖുർആനിന്റെ കോപ്പി കത്തിച്ചവന്റെ നെഞ്ച് ലക്ഷ്യമിട്ട് കാഞ്ചി വലിക്കാം എന്ന തീരുമാനമെടുത്തില്ല. അവന്റെ ഗളച്ഛേദം നിർവഹിക്കാം എന്ന തീരുമാനമെടുത്തില്ല. അവന്റെ നാവറുക്കാം എന്ന തീരുമാനമെടുത്തില്ല. അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം ഒന്നടങ്കം സംഘടിച്ച്
അവിടെയുള്ള മുസ്ലിങ്ങൾ പരമാവധി ആളുകൾ സംഘടിച്ച് വിശുദ്ധ ഖുർആനിന്റെ സൂറ ഇഖ്ലാസും സൂറ ഫലക്കും സൂറ നാസും ഒരുമിച്ച് ഖുർആൻ കൈകളിൽ ഏന്തിക്കൊണ്ട് സൂറ ഇഖ്ലാസും ഫലക്കും നാസും ഒരുമിച്ച് പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വരികളെ നിങ്ങൾ സ്വീഡൻ ജനസമൂഹമേ, അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണമേ. ഇത് കരിച്ച് കളയേണ്ട പ്രമാണമല്ല, ഇത് ഹൃദയത്തിലേക്ക് കാത്തു സൂക്ഷിക്കേണ്ട ദിവ്യ പ്രമാണമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു സ്വീഡനിലെ മുസ്ലിം സമൂഹം ചെയ്തത്. അവർ അവിടെ വലിയൊരു ബാനർ കെട്ടി മഅൽ ഖുർആൻ ലിദ്ദുൽ കറാഹിയ എന്ന അറബിയിൽ എഴുതി. അതിന്റെ ട്രാൻസ്ലേഷൻ സ്വീഡൻ പരിഭാഷയും അതിന്റെ താഴെ അവർ എഴുതി വെച്ചു, മഅൽ ഖുർആൻ, ഖുർആനിന്റെ കൂടെ, ലിദ്ദുൽ കറാഹിയ, വെറുപ്പിനെതിരെ, ഇസ്ലാമോഫോബിയക്കെതിരെ, അറപ്പും വെറുപ്പും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഇതാ ഖുർആനിന്റെ കൂടെ എന്ന പ്രഖ്യാപനവുമായി ഖുർആനിലെ അവസാനത്തെ 3 സൂറകൾ ഒരുമിച്ച് പാരായണം ചെയ്തുകൊണ്ടാണ് അവർ ആ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയത്. തീർന്നില്ല, അവിടെയുള്ള ആളുകളുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ അവരുടെ ഭാഷയിൽ വായിക്കാൻ കഴിയുന്ന വിധം, സ്വീഡിഷ് ഭാഷയിൽ അവർക്ക് വായിക്കാൻ കഴിയുന്ന വിധം ഖുർആന്റെ പരിഭാഷകൾ എത്തിക്കാൻ അവർ തീരുമാനമെടുത്തു. ആ തീരുമാനം മനസ്സിലാക്കിയ കുവൈത്ത് ഗവൺമെന്റ് 1,00,000 ഖുർആനിന്റെ കോപ്പികൾ, 1,00,000 ഖുർആൻ ട്രാൻസ്ലേഷൻ അവർക്ക് അവിടെ വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക പ്രഖ്യാപനവും കുവൈത്ത് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. വീണ്ടാന്തരം കവലകളിൽ തോറും അള്ളാഹുവിന്റെ ആയത്തുകളുടെ പരിഭാഷ ആ പൊതുസമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക്, കൈകളിലേക്ക് പകർന്നു നൽകുകയാണ് അവിടെയുള്ള മുസ്ലിം സമൂഹം ചെയ്തത്. ഇന്ന് നിങ്ങൾ സ്വീഡന്റെ ചരിത്രം നോക്കൂ. ഇന്നലകളിൽ നിന്ന് മാറി ഇന്നവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതം ഇസ്ലാമാണ്. അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അവർക്കിടയിൽ കൂടുതൽ ആളുകൾ ഹൃദയത്തോട് ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും ചേർത്ത് നിൽക്കുന്ന വല്ലാത്ത സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ഇന്ന് നമ്മൾ സാക്ഷികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 9/12/2023 ഒരു നിയമം കടന്നു വരികയാണ് ഡെൻമാർക്കിൽ. ഈ നിയമം എന്താണ്? വിശുദ്ധ ഖുർആനിനെ പബ്ലിക്കായി വെച്ച് ഇത്തരം കത്തിച്ച് ചാമ്പലാക്കുന്ന നടപടിക്രമങ്ങൾ അതിക്രമമാണ്. അതിനെതിരെ നിയമം നടപ്പിലാക്കുകയാണ് അങ്ങകലെ ഡെൻമാർക്കിൽ. അതിനു മുമ്പ് ഖുർആൻ നിരന്തരം കത്തിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മണ്ണിൽ ഖുർആൻ കത്തിച്ചവർക്കെതിരെയുള്ള നിയമ നടപടിക്ക് ഡെൻമാർക്ക് ഗവൺമെന്റ് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു ചിത്രം ഡെൻമാർക്കിൽ നമുക്ക് കാണാം. ഒരു വശത്ത് സ്വീഡനിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഹൃദയത്തോട് ചേർത്തു വെക്കാനും പഠിക്കാനും താല്പര്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. സ്വീഡനിലാകട്ടെ, ഡെൻമാർക്കിലാകട്ടെ, ജർമ്മനിയിലാകട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇന്ന് സജീവ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വളരെ കൃത്യമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ, എത്ര ഹൃദയങ്ങളുടെ വാതിലുകളാണ് പടച്ചറബ് തുറന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ഖുർആൻ പഠിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ പഠിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തുറക്കുന്നില്ല? അതല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പൂട്ടിയിരിക്കുകയാണോ എന്നാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹ എന്ന ചോദ്യം നമ്മളോടുള്ള ചോദ്യമായി ഗൗരവത്തിൽ നമ്മൾ മുഖവിലക്കെടുക്കുകയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കുകയും നമുക്ക് ചുറ്റുമുള്ള ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ഹൃദയങ്ങളിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാനുള്ള ബോധപൂർവമായ ദഅവാ നന്മകളിൽ ഒരുമിച്ച് നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് ഇത്തരം ചർച്ചകളും ഇത്തരം ഇടപെടലുകളും ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം വിഷയങ്ങളും നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ നാഥ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഖുർആൻ ജീവിതത്തിൽ പകർത്തുകയും ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു നൽകുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ പൂർവ്വസൂരികളുടെ ഹൃദയങ്ങളെ സ്പർശിച്ച നിന്റെ ദിവ്യപ്രകാശത്തെ ഞങ്ങളുടെ ഹൃദയത്തെയും ആഴത്തിൽ സ്പർശിക്കുന്ന തലങ്ങളിലേക്ക് അതിന് ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ദിശകളെ ഞങ്ങളെ നീ പാകപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. അതെ, നന്മകളുമായി മത്സരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.